KSRTC സ്ഥിരം ജീവനക്കാരെ പാടെ ഒഴിവാക്കിക്കൊണ്ട് താൽക്കാലിക ജീവനക്കാരെയും പെൻഷൻ പറ്റിയവരെയും തിരഞ്ഞെടുക്കുന്നു എന്നുള്ള ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളൊരു കാര്യം. അതായത് കേരളത്തിലെ യുവജനങ്ങൾക്ക് നിയമന നിരോധനം എന്ന് പറയുന്ന ഒരു കാര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ അത് ആദ്യം ഏർപ്പെടുത്തിയിരിക്കുന്നത് KSRTCയിലൂടെയാണ് എന്ന് തെളിവാക്കുന്ന വീഡിയോ ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്. ഏതായാലും KSRTC അടുത്ത ദിവസങ്ങളിൽ ഇപ്പോൾ KSRTC ജീവനക്കാരായിട്ടുള്ള ആ ഡ്രൈവർമാരെ ട്രെയിനിങ് നടത്തുന്നതിന് വേണ്ടി ഡ്രൈവർ ട്രെയിനികൾ ഇപ്പോൾ നേരത്തെ തന്നെ എനിക്ക് തോന്നുന്നത് ചേർത്തലയുള്ള ജോസാറൊക്കെ ഈ ഡ്രൈവർ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായി ഡ്രൈവർ ട്രെയിനികളായിട്ട് പ്രവർത്തിച്ചിട്ടുള്ളതാണ്. ശബരിമല മുംബൈയിലൊക്കെ അദ്ദേഹം വെൽഫെയർ അസോസിയേഷൻ്റെ വേദികളിൽ വന്ന് സംസാരിച്ചിട്ടുമുണ്ട്. ഈ പറയുന്ന ഡ്രൈവർ ട്രെയിനികളെ നിയമിച്ചിരുന്നത് അന്നത്തെ കാലഘട്ടത്തിൽ ഡ്രൈവർമാരിൽ നിന്നും ഇപ്പോൾ ഡ്രൈവർമാരുടെ ഏതൊരു പോസ്റ്റുകളാണെങ്കിലും ഡ്രൈവർ അത് ആ നിയമിക്കപ്പെട്ട ആളുകൾ പെൻഷൻ പറ്റിയാൽ പിന്നെ അങ്ങോട്ടും പുതുതായിട്ട് ആളുകളെ നിയമിക്കില്ല. ഇപ്പം മൊബിലിറ്റി ഓഫീസർ എന്ന് പറഞ്ഞു ഇവിടെ കൊട്ടിഘോഷിക്കപ്പെട്ടൊരു സംഘടന കഴിഞ്ഞ UDF ഗവൺമെൻറ് കാലത്ത് മൊബിലിറ്റി ഓഫീസർ കൊണ്ടുവന്നു. എന്നാൽ അത് അവർ റിട്ടയർ ആകുമ്പോൾ അടുത്ത ആൾക്കാർ എങ്ങനെ വരണമെന്നുള്ള ക്രമം അതിനകത്ത് എഴുതിയില്ല. അതുകൊണ്ട് എന്ത് സംഭവിച്ചു, അവർ ഇല്ലാതായപ്പോൾ അത് തീർന്നു. ഇപ്പോൾ ഇവിടെ ഇതേപോലെ തന്നെയാണ് ബാക്കി എല്ലാ കാര്യങ്ങളും. ഡ്രൈവർ ട്രെയിനികളായിട്ടുള്ള ആളുകൾ വെഹിക്കിൾ സൂപ്പർവൈസർമാരെന്നും സീനിയർ ഡ്രൈവർമാരിൽ നിന്നും വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഈ വിവിധതരം വാഹനങ്ങളുടെ കമ്പനികളിൽ നിന്നും ട്രെയിനിങ് ലഭിച്ചിട്ടുള്ള ആളുകളിൽ നിന്നുമാണ് ഇത്തരത്തിൽ ഡ്രൈവർ ട്രെയിനികളെ തിരഞ്ഞെടുത്തിരുന്നത്. ഇവിടെ ഇപ്പോൾ KSRTCയിലെ വെഹിക്കിൾ സൂപ്പർവൈസർമാരെ ഡ്രൈവർ ട്രെയിനികളായി നിയമിക്കേണ്ടതിന് പകരം അതിനകത്ത് കഴിവുള്ള ആളുകളെ അല്ലെങ്കിൽ ഇൻ്റർവ്യൂ വഴി സെലക്ട് ചെയ്ത ആളുകളെ നിയമിക്കേണ്ടതിന് പകരം KSRTC ഇപ്പോൾ ചെയ്തിരിക്കുന്നത് പെൻഷൻ പറ്റിയ വെഹിക്കിൾ സൂപ്പർവൈസർമാരിൽ നിന്നും അപേക്ഷകൾ ക്ഷണിച്ചുകൊണ്ട് പെൻഷൻ പറ്റിയ ആളുകളെ തിരികെ ഈ ദിവസവേതനത്തിന് KSRTCയിൽ നിയമിക്കുകയാണ്. ഇവിടെ സംഭവിക്കുന്നത് ഈ പെൻഷൻ പറ്റിയ ആളുകളെ നിയമിക്കുമ്പോൾ KSRTCയിൽ നിലവിലുള്ള വെഹിക്കിൾ സൂപ്പർവൈസർമാരുടെ എണ്ണം ഈ 240 ഓപ്പറേറ്റർ വിഭാഗത്തിൽ മൊത്തം കിട്ടേണ്ട പ്രൊമോഷനിൽ നിന്നും ഡ്രൈവർ വിഭാഗത്തെ വഞ്ചിച്ച് തരം താഴ്ത്തിയിരിക്കുകയും ഇപ്പോൾ തന്നെ ഉള്ള വെഹിക്കിൾ സൂപ്പർവൈസർമാരുടെയും ഹെഡ് വെഹിക്കിൾ സൂപ്പർവൈസർമാരുടെയും എണ്ണം ആവശ്യത്തിനില്ലാതിരിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ ഇവരിൽ നിന്നും ഡ്രൈവർ ട്രെയിനികളെ തിരഞ്ഞെടുത്താൽ വെഹിക്കിൾ സൂപ്പർവൈസർമാർക്ക് പ്രൊമോഷൻ കൊടുക്കേണ്ടി വരുമോ എന്ന സാഹചര്യവും ഈ ശമ്പളത്തിൻ്റെ വ്യത്യാസവും ഈ 715 രൂപ കൊടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ നിലവിൽ ഈ ഇപ്പോൾ ഭരണാനുകൂല യുവജന സംഘടന നിയമന നിരോധനത്തിനെതിരെ കേന്ദ്രത്തിനെതിരെ ഒരു സമരം നടത്തുന്ന ഒരു നോട്ടീസ് ഞാൻ കണ്ടു. അത് വേണമെന്നോ രാഷ്ട്രീയ അഭിപ്രായമല്ല ഞാൻ പറയുന്നത്. പക്ഷേ എന്തുകൊണ്ടാണ് കേരളത്തിൽ നടക്കുന്ന ഈ നിയമന നിരോധനം ഇപ്പോൾ KSRTCയിൽ ധാരാളമായിട്ട് ആളുകളെ ഡ്രൈവർമാരെ ദിവസക്കൂലിക്ക് നിയമിച്ചിരിക്കുകയാണ്. PSC മുഖേന PSCയുടെ റാങ്ക് ലിസ്റ്റിലുള്ളവരെ ആ റാങ്ക് ലിസ്റ്റ് നിർത്തി സമരം ചെയ്യിച്ച് ആ റാങ്ക് ലിസ്റ്റ് കോടതി പറഞ്ഞിട്ടും കേൾക്കാതെ അംഗീകരിക്കാതെ ആ റാങ്ക് ലിസ്റ്റ് ഇല്ലാതാകുന്ന കാലയളവ് വരെ നോക്കിയിരുന്നു. ഇപ്പോൾ പുതുതായിട്ട് സ്ഥിരം ജീവനക്കാരെ നിയമിക്കുവാനുള്ള യാതൊരു വിധത്തിലുള്ള സാധ്യതയും ഇല്ലാത്ത രീതിയിൽ KSRTC എന്ന് പറയുന്ന പൊതുമേഖലാ സ്ഥാപനം ഇപ്പോഴുള്ള ജീവനക്കാർ തീരുമ്പോൾ എങ്ങനെ അടച്ചുപൂട്ടി ഇതിൻ്റെ സ്വത്തുക്കളെ കൊള്ളയടിക്കാം എന്നുള്ള ഭൂമാഫിയായുമായി ചേർന്നുകൊണ്ടുള്ള ഗൂഢാലോചനയുടെ ഫലമായിട്ട് ഇവിടുത്തെ നിയമന നിരോധനം നടത്തുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് പ്രൊമോഷൻ്റെ കാര്യത്തിലും ഇതുണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ADമാരെ ഞാൻ നേരത്തെ തന്നെ നിങ്ങളോട് ഒരിക്കൽ സൂചിപ്പിച്ചിരുന്നു. അസിസ്റ്റൻ്റ് ഡിപ്പോ എഞ്ചിനീയർമാർ ഇപ്പോൾ നമ്മൾ തിരുവമ്പാടി അപകടവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞ അസിസ്റ്റൻ്റ് ഡിപ്പോ എഞ്ചിനീയർമാരില്ലാത്തതിൻ്റെ കുഴപ്പം. അപ്പോൾ അസിസ്റ്റൻ്റ് ഡിപ്പോ എഞ്ചിനീയർമാരെ എങ്ങനെയാണ് നിയമിക്കേണ്ടത്? മെക്കാനിക്കൽ വിഭാഗം ജീവനക്കാരിൽ നിന്നും യോഗ്യതയുള്ള ആളുകളെ ഇൻറ്റേർണൽ എക്സാമിനേഷൻ വഴി നിയമിക്കണം. അവിടെ ഇൻറ്റേർണൽ എക്സാമിനേഷൻ വഴി നിയമിക്കണമെന്നുള്ള ഉത്തരവൊക്കെ ഭരണത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇൻറ്റേർണൽ എക്സാമിനേഷൻ വഴി യോഗ്യതയുള്ള ജീവനക്കാരെ ചാർജ്മാൻമാരിൽ നിന്നും മെക്കാനിക്കുകളിൽ നിന്നും ഇൻറ്റേർണൽ എക്സാമിനേഷൻ നടത്തിക്കൊണ്ട് ADമാരെ നിയമിക്കേണ്ടതിന് പകരം ദിവസവേതനത്തിന് ADമാരെ ബദലിയായിട്ട് നിയമിക്കുകയാണ്. അപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ ഈ പറയുന്ന ഡ്രൈവർ ട്രെയിനിങ് വന്നിരിക്കുന്നു. ഇത് KSRTCയിൽ നിലവിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരോട് മാനേജ്മെൻറ്റ് കാണിക്കുന്ന ഏറ്റവും വലിയ അവഗണനയും അയിത്തവുമാണ് എന്നാണ് വെൽഫെയർ അസോസിയേഷൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാര്യം ഇപ്പോൾ എടുത്തു കൊടുത്തിട്ടൊന്നും ഒരു കാര്യവുമില്ല. നമ്മൾ എഴുത്തുകൾ ഈ സംഭവം ആദ്യം തന്നെ കൊണ്ടുവരുമ്പോൾ തന്നെ ഇതിനെ എതിർത്തിരുന്നു. പക്ഷേ ഏതൊക്കെയായാലും അന്ന് അംഗീകാരമുണ്ടായിരുന്ന പല സംഘടനകൾ ഈ ഉത്തരവ് വന്നപ്പോൾ മിണ്ടാതെ മാനേജ്മെൻറ്റിൻ്റെ ചായയും വടയും വാങ്ങിച്ചു നിന്നിട്ട് അംഗീകാരം ഉണ്ടായിരുന്ന സമയത്ത് മാനേജ്മെൻറ്റിനെ പിണക്കാതെ സുഖലോലുപത അനുഭവിച്ച ഇപ്പോൾ TDFൻ്റെ കൂട്ടത്തിലുള്ള ഡ്രൈവേഴ്സ് യൂണിയൻ ഇപ്പോൾ ഒരു കത്ത് കൊടുത്തിരിക്കുന്നു. ഈ ഉത്തരവ് വന്നത് എന്താണ്, നിയമിക്കാൻ തീരുമാനിച്ചത് എന്താണ്, ഇവർക്ക് കൂടി അംഗീകാരം ഉണ്ടായിരുന്നപ്പോൾ. ഇപ്പോൾ അതിൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് ഫൈനൽ ലിസ്റ്റ് പുറത്ത് വന്നിരിക്കുക. അപ്പോൾ ആ സമയത്താണ് ഡ്രൈവേഴ്സ് യൂണിയൻ ഈ ഇതുമായിട്ട് വന്നിരിക്കുന്നത്. എന്തിനാണ്? ജീവനക്കാരെ വഞ്ചിക്കാൻ. ഞങ്ങളും കൊടുത്തിരിക്കുന്ന ഒരു പേപ്പർ എന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ ഇത്തരത്തിൽ ജീവനക്കാരെ വീണ്ടും
വഞ്ചിക്കുക, ഇനി അടുത്ത പ്രകടനത്തിന് അംഗീകാരം കിട്ടുമോ എന്നറിയാൻ ജീവനക്കാരോട് പറയാം. ഏക്കൻ വെൽഫെയർ അസോസിയേഷൻ കൃത്യമായി തന്നെ പറയുന്നു, ഈ ഡ്രൈവർ വിഭാഗം ജീവനക്കാരിൽ നിന്നും യോഗ്യതയുള്ളവരെയും വെഹിക്കിൾ സൂപ്പർവൈസർമാരിൽ നിന്ന് യോഗ്യതയുള്ളവരെ ഇൻ്റർവ്യൂ നടത്തി തിരഞ്ഞെടുക്കേണ്ട ഒരു തസ്തികയാണ് ഡ്രൈവർ ട്രെയിനിങ് എന്ന് പറയുന്ന ഡ്രൈവർ ട്രെയിനി തസ്തികയിലേക്ക് നിയമിക്കേണ്ടത് എന്ന് വെൽഫെയർ അസോസിയേഷൻ പറയുന്നു. അല്ലാതെ ഇത്തരത്തിൽ നിയമിക്കുന്ന റിട്ടയറായ ജീവനക്കാർ അവർക്ക് അർഹമായ പെൻഷൻ ആനുകൂല്യങ്ങൾ കൃത്യസമയത്ത് നൽകിയിട്ട് അവരെ വീട്ടിലിരുത്തണം. ഇവിടെ സംഭവിക്കുന്നതറിയോ, ഇവർക്ക് ആർക്കും ഈ പെൻഷൻകാരുടെ ആ നിയമനം നിൽക്കുക, ഇവർക്ക് ആർക്കും പെൻഷൻ പോലും കിട്ടുന്നില്ല, ഇവർക്ക് ഒരാനുകൂല്യം കിട്ടിയിട്ടില്ല. അപ്പോൾ ഇവർ ഡിപ്പോയിൽ വന്ന് കുത്തിയിരുന്ന് സമരം ചെയ്യുന്നതിനകത്ത് കുറച്ച് പേരെങ്കിലും ഒഴിവാക്കാമല്ലോ, ആ ഒരു ലക്ഷ്യം കൂടി കാണും. ഏതായാലും ഇത് ജനാധിപത്യ വിരുദ്ധവും മനുഷ്യത്വരഹിതവുമായ സംഗതിയാണ് എന്ന് മാനേജ്മെൻറ്റ് ഓർമ്മിപ്പിക്കുന്നു. വെൽഫെയർ അസോസിയേഷൻ ശക്തമായി ഈ ഡ്രൈവർ ട്രെയിനികളെ നിയമിക്കാനുള്ള തീരുമാനത്തിലും എ ഡിമാരെ ബദലിയായിട്ട് നിയമിക്കാനുള്ള തീരുമാനത്തിലും ഡ്രൈവർമാരെ PSC വഴി നിയമിക്കാതെ ബദലിയായി നിയമിക്കുന്ന തീരുമാനത്തിലും അതിശക്തമായി പ്രതിഷേധിക്കുന്നു എന്ന് നിങ്ങളെ അറിയിക്കുന്നു. നന്ദി. Thank you.